SIRന്റെ കരട് പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിച്ചാലോ? വളരെ എളുപ്പമാണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ electoralsearch.eci.in എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ ഫസ്റ്റ് കാണുന്ന ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സെർച്ച് ഇൻ ഇലക്ട്രൽ റോൾ. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും വോട്ടേഴ്സ് സർവീസ് പോർട്ടലിലേക്കാണ് വരുന്നത്. ഇതുപോലൊരു പേജ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. സെർച്ച് ബൈ എപ്പിക്, സെർച്ച് ബൈ മൊബൈൽ. എപ്പിക് ആണെങ്കിൽ നിങ്ങളുടെ വോട്ടേഴ്സ് ID നമ്പർ വെച്ചിട്ടാണ് സെർച്ച് ചെയ്യേണ്ടത്. മൊബൈൽ ആണെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചാണ് സെർച്ച് ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ വെച്ചാണെങ്കിൽ OTP വരും. OTP കൊടുത്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. എപ്പിക് നമ്പർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വോട്ടേഴ്സ് ID നമ്പർ കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വോട്ടേഴ്സ് ID നമ്പർ വെച്ച് കൊടുത്ത് നോക്കാം. ഇവിടെയാണ് എപ്പിക് നമ്പർ. ഇവിടെയാണ് നിങ്ങൾ വോട്ടേഴ്സ് ID നമ്പർ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്പർ കൊടുത്തു. അടുത്തത് സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. കേരള കൊടുക്കാം. അത് കഴിഞ്ഞ് താഴെ ക്യാപ്ച കോഡുണ്ട്. ഈ കോഡ് ഇതുപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ താഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് വരുന്നതാണ്. നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വരും. ഇവിടെ ഇങ്ങ് റൈറ്റിൽ വരുമ്പോഴത്തേക്കും വ്യൂ ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ബൂത്തും എല്ലാം കാണാൻ പറ്റും. ഇങ്ങനെയാണ് നിങ്ങളുടെ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് SIRന്റെ കരട് പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാവുന്നതാണ്.